മാർച്ചിലാണ് പിന്നെ ഈ വി എസിന് പാർട്ടി മെമ്പർഷിപ്പ് ഇട്ടത് 1940 മാർച്ചിൽ. അത് പി കൃഷ്ണപിള്ള ആലപ്പുഴ ചെന്ന് തൊഴിലാളികളെ കാണുന്നു, ആ തൊഴിലാളികളായി സംസാരിക്കുന്നു. അപ്പോൾ വി എസുമായിട്ട് സംസാരിക്കുന്നു. വി എസ് ആസ്പിൻവാൾ തൊഴിലാളിയായിരുന്നല്ലോ അവിടുത്തെ കയർ ഫാക്ടറിയിൽ. ആ കയർ ഫാക്ടറി തൊഴിലാളിയായ വി എസിനോട് ഒറ്റയ്ക്ക് പി കൃഷ്ണപിള്ള സംസാരിച്ചു. അപ്പോൾ ഇയാൾ മിടുക്കനാണെന്ന് തോന്നി. അപ്പോൾ സൈമൺ ആശാനാണ് അവിടുത്തെ പാർട്ടിക്കാരൻ. സൈമൺ ആശാൻ്റെ പറഞ്ഞു ഈ ചെറുപ്പക്കാരനോട് മെമ്പർഷിപ്പ് കൊടുക്കണം. അന്ന് 17 വയസ്സേ ഉള്ളൂ. 1937 38 ആണ്. അപ്പോൾ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റായത്. അപ്പോൾ 40-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിതമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായി പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ 2ാമത്തെ മാസമാണ് വി എസ് കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത്. ആ വി എസിനെയാണ് പുറത്ത് ചാടിക്കാൻ 64-ന് ശേഷം പാർട്ടി വന്ന ചില മാന്യന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും ദ്രോഹം ഉണ്ടാക്കിയിട്ടും വി എസ് ഒരിക്കലും പാർട്ടി വിട്ടുപോയിട്ടില്ല. പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടുമില്ല. പാർട്ടി അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ പോലും ഈ പക്ഷാഘാതം പിടിപെട്ട് വീട്ടിൽ കിടക്കുമ്പോൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ഒരു അക്ഷരം വി എസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പലരും പാർട്ടി വിടാൻ പറഞ്ഞു, പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പറഞ്ഞു. അവരോടൊക്കെ ആട്ടി ഇറക്കിയതല്ലാതെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളി പറയാൻ വി എസ് ഉണ്ടായിരുന്നില്ല. 64-ൽ പാർട്ടിയിൽ വരാത്ത, പാർട്ടി മെമ്പർഷിപ്പില്ലാത്ത കുറേ ആളുകളുടെ കയ്യിൽ, നമ്മുടെ കലാശാല വിദ്യാർത്ഥികൾ ആയ കുറേ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരുടെ കയ്യിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ പാർട്ടിയെ തത്വാധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരാളാണ് സഖാവ് വി എസ്. അപ്പോൾ ആ വി എസിനെ കൂടി ഒതുക്കിയാൽ പാർട്ടി സ്വന്തമാക്കാം. പിന്നെ പുതിയ പാർട്ടി ലൈൻ, പ്രാഗ്മാറ്റിക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. അപ്പോൾ അടവ് മാറ്റം, തുടർ ഭരണം എന്നൊക്കെ മുദ്രാവാക്യം വെച്ചുകൊണ്ട് അവർ ചില ശ്രമങ്ങളൊക്കെ നടത്തി. അതിൻ്റെ ഫലമാണെന്ന് പറഞ്ഞാൽ വി എസിനെ ഒറ്റപ്പെടുത്തുകയും വി എസിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നായിരുന്നു അവരുടെ ഗൂഢ ഉദ്ദേശം. അപ്പോൾ ഈ പാർട്ടി സമ്മേളനങ്ങൾ എന്ന് പറയുന്ന ഒരു പഴയ മഹാഭാരതത്തിലെ കള്ളച്ചൂത് പോലെ ഒരു കള്ളച്ചൂതായിരുന്നു. അതുപോലെ തന്നെ ഈ പാർട്ടി അച്ചടക്കം, വിഭാഗീയത എന്നൊക്കെ പറയുന്ന കള്ളച്ചുരുക ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു പുതിയ രീതി നടപ്പിലായി. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനെയൊക്കെ എതിർക്കുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഇല്ലാതായി. അങ്ങ് അതിൽ പറയുന്നുണ്ട് AKTക്കും EMSനും ശേഷം, അതായത് നേരും നെറിയുമുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് VS അച്യുതാനന്ദനായിരുന്നു. അതെ, തീർച്ചയായും. അതിനുശേഷം അതുപോലൊരു നേരും നിറവുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന, നയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നേതാവ് പിന്നീട് അതിനുശേഷം ഈ CPM കണ്ടിട്ടില്ല എന്നാണ്. ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പരാജയവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുതിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ വർഗരാഷ്ട്രീയവും ആ സംസ്കാരവും ഉള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ മറ്റു പല കാര്യങ്ങളിലും പ്രഗത്ഭന്മാരാണ്. പക്ഷേ അവർ കമ്മ്യൂണിസ്റ്റ് സമീപനവും കമ്മ്യൂണിസ്റ്റ് നയങ്ങളും നടപ്പിലാക്കുന്നവരല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിമർശനം. VS അച്യുതാനന്ദൻ്റെ അഭാവത്തിലാണ് പാർട്ടി ഇപ്പോൾ തുടർഭരണത്തിലേറി നിൽക്കുന്നത്. അതെ, അത് ജനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റല്ലല്ലോ. ജനങ്ങൾക്ക് വേണ്ടത് അവരെ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ കാര്യത്തിൽ ഈ ഗവൺമെൻറ് വളരെയേറെ സഹായകരമായ സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ ഈ പ്രതിപക്ഷത്ത് ഇപ്പോൾ ഉള്ള ആളുകളെന്ന് പറയുന്ന ആളുകളുടെ സ്വഭാവം അറിയാമല്ലോ, തമ്മിൽ യോജിക്കാത്ത ആളുകൾ. കാരണം ഈ നരേന്ദ്രമോദിയുടെ സ്വേച്ഛാധിപത്യം ഉണ്ടായിട്ടും ഇവിടെ വന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എതിർക്കാൻ തയ്യാറായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർക്കെന്ത് ഈ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരാണല്ലോ മുൻകൈ എടുക്കേണ്ടത്. അവരാണല്ലോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാക്കൾ. അപ്പോൾ അവർ വാസ്തവത്തിൽ ജനങ്ങളുടെ താല്പര്യമല്ല, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്. ആലപ്പുഴ സമ്മേളന സമയത്ത് VSന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അല്ല, അതെന്താണെന്നറിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി
അതിൻ്റെ അച്ചടക്കത്തിലും പെരുമാറ്റ രീതിയിലും ഒരു പ്രത്യേകതയുണ്ട്. ഒരു മുതിർന്ന കമ്മിറ്റിയിലുള്ള ആൾ, മേൽ കമ്മിറ്റിയിലുള്ള ഒരാളെക്കുറിച്ച് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ മാത്രമേ ചർച്ച ചെയ്യാവൂ. പക്ഷേ വി എസിനെ കുറിച്ച് 50ഓളം പേജ് വളരെ മോശമായി വി എസ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചടിച്ച് നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടിൽ, രാഷ്ട്രീയ റിപ്പോർട്ടിൽ കൊടുത്തിരുന്നു. അപ്പോൾ അത് മാറ്റണമെന്ന് അന്ന് ഉണ്ടായിരുന്ന നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടില്ല എന്ന് മാത്രമല്ല, വി എസിനെ പതാക ഉയർത്തിയിട്ട് പ്രസംഗിക്കാൻ പോലും അനുവദിച്ചില്ല. അപ്പോൾ ആ തരത്തിൽ പാർട്ടിക്ക് താല്പര്യമില്ലാതെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അന്ന് കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. കേന്ദ്ര കമ്മിറ്റി മെമ്പറായ വി എസിനെ കുറിച്ച് മോശം പരാമർശം നടത്തുകയും പാർട്ടി വിരുദ്ധനെന്ന് പറയുകയും ചെയ്തു. പിന്നെ പാർട്ടി ഇരുന്നിട്ട് കാര്യം എന്താ? അതിന് അദ്ദേഹം വിശദമായി ഒരു മറുപടി നാട്ടുകാർക്കും പത്രക്കാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാരാരിക്കുളത്ത് വി എസിനെ ശരിക്കും തോൽപ്പിച്ചു തന്നെയായിരുന്നു. പിന്നെ ഉറപ്പല്ലേ? കാരണം അതിൻ്റെ അന്ന് ഓഫീസ് ചുമതല വഹിച്ചിരുന്ന രതീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യമെന്ന് വെച്ചാൽ ആ രേഖകൾ മുഴുവൻ ഇലക്ഷൻ കഴിയുന്ന മുമ്പ് ചുട്ടുകരിച്ചു. മാത്രമല്ല, അത് പാർട്ടിയുടെ ഉന്നതന്മാരായ ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ദ്രോഹമാണ്. അത് വി എസിനോട് നേരത്തെ തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ വി എസ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ 40-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. 1939 ഡിസംബറിൽ പിണറായിയിലെ പാറപ്പുറത്ത് ചേർന്ന സമ്മേളനമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാൻ തീരുമാനിച്ചത്. അന്ന് തീരുമാനിച്ചത് ആ ജനുവരി 26-ാം തീയതി എല്ലാ പോലീസ് സ്റ്റേഷൻ്റെയും ചുവരിൽ വിപ്ലവം വിജയിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് പോസ്റ്റർ ഒട്ടിക്കണമെന്നാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായി രംഗത്ത് വരുന്നത്.